ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് അനുകൂലമായി നബാർഡ് റിപ്പോർട്ട്. ജില്ലാ സഹകരണ ബാങ്കുകൾ KYC മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന് നബാർഡ്. പരിശോധനാ റിപ്പോർട്ടുകൾ നാളെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. സന്തോഷ് തരും കൂടുതൽ വിവരങ്ങൾ. സന്തോഷ്, എന്തായാലും നബാർഡിന്റെ റിപ്പോർട്ട് അത് സഹകരണ മേഖലയെ സംബന്ധിച്ച് അനുകൂലമായ റിപ്പോർട്ടാണ്. ഇനിയുള്ള നടപടിക്രമങ്ങൾ അത് ഏത് രീതിയിലാകും? അഞ്ജു, ജില്ലാ സഹകരണ ബാങ്കുകൾ കള്ളപ്പണത്തിന്റെ കേന്ദ്രങ്ങളാണെന്നും സാങ്കേതിക വിദ്യ ഉപയോഗിക്കാത്ത സ്ഥാപനങ്ങളാണ് എന്നുമുള്ള കേന്ദ്ര സർക്കാരിന്റെ വാദം തള്ളിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നബാർഡ് തയ്യാറാക്കിയിരിക്കുന്നത്. ജില്ലാ സഹകരണ ബാങ്കുകൾ KYC മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ജില്ലാ സഹകരണ ബാങ്കുകൾ വിട്ടുവീഴ്ച കാണിച്ചിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 13 ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെയും നബാർഡ് നാളെ സുപ്രീം കോടതിയിൽ അറിയിക്കും. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ നേരത്തെ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത് ഈ KYC മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ല ജില്ലാ സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ ബാങ്കിന്റെ സംവിധാനങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നബാർഡ് തയ്യാറാക്കിയിരിക്കുന്ന ഈ റിപ്പോർട്ട് ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം. പ്രധാനമായും ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് എതിരായി കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് നബാർഡ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് നാളെ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. എന്തായാലും ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ജില്ലാ സഹകരണ ബാങ്കുകൾ നൽകിയ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അനുകൂല റിപ്പോർട്ട് ഇപ്പോൾ നബാർഡ് തയ്യാറാക്കിയിരിക്കുന്നത്. അഞ്ജു, ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. നരേന്ദ്രമോദി സൃഷ്ടിച്ച നോട്ടു പ്രതിസന്ധി ഉടൻ തീരില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ട്രഷറികളുടെ പ്രവർത്തനങ്ങൾ സാധാരണ രീതിയിലാവാൻ 1 വർഷമെങ്കിലും എടുക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. മോഡി സൃഷ്ടിച്ച പ്രതിസന്ധി അങ്ങനെയൊന്നും ഒരു ദിവസം കൊണ്ട് തീരത്തില്ല. ഇതിന് 6-7 മാസം പിടിക്കുന്നു സാധാരണ നില വരാനായിട്ട്. എന്തൊരു ഭ്രാന്താണ് ഈ ചെയ്തിരിക്കുന്നത്. എലിയെ കൊല്ലാൻ നമുക്ക് സമാശ്വാസം കൊടുക്കാൻ പറ്റും. മറികടക്കാനൊന്നും സംസ്ഥാന സർക്കാരിനെ കൊണ്ടാവത്തില്ല. ഈ നോട്ടച്ചടിക്ക് അനുവാദം തന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലതും നോക്കാം. അല്ലെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരിന് മാത്രം പരിഹരിക്കാൻ പറ്റുന്നതാണ്. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന പണിയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തുന്നതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. നോട്ടു നിരോധനം മൂലം ശമ്പള പ്രതിസന്ധി ഉണ്ടാകുമെന്ന് നവംബർ 9 തന്നെ അറിയിച്ചിട്ടുണ്ടെന്നും കടകംപള്ളി തിരുവനന്തപുരത്ത് പറഞ്ഞു. വീട് വേകുമ്പോൾ വാഴ വെട്ടുക എന്ന് നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ടല്ലോ. ആ ചൊല്ലിനെ അനർത്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ ദയനീയമായിട്ടുള്ള അവസ്ഥ ഇന്ത്യയിലെ 132 കോടി ജനങ്ങളെയും ബാധിക്കുന്ന അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നത്തോട് പ്രതികരിക്കാൻ കഴിയാതെ നിസ്സഹായമായ അവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇങ്ങനെയുള്ള ചില സ്റ്റേറ്റ്മെൻ്റൊക്കെ നടത്തി മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയല്ലാതെ അവർക്ക് വേറെ ഒരു വഴിയുമില്ല. ഒരു ഗൗരവത്തോടും കൂടി കേരളീയ സമൂഹം പ്രസ്താവനയെ കാണില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കൊച്ചിയിലേക്ക് 55 കോടി രൂപയുടെ കള്ളപ്പണം എത്തിയതായി സംശയമില്ലാത്ത കയറ്റുമതിയുടെ പേരിൽ ബർഗേറിയയിൽ നിന്നാണ് കള്ളപ്പണം എത്തിയത്. എക്സ്പോർട്ടറുടെ അക്കൗണ്ടിലേക്കാണ് കള്ളപ്പണം എത്തിയിരിക്കുന്നത്. സംഭവത്തിൽ കൊച്ചി പോലീസ് കേസെടുത്തു. പോലീസും കേന്ദ്ര ഏജൻസികളും അന്വേഷണം നടത്തുകയാണ്. അലക്സ് തരും കൂടുതൽ വിവരങ്ങൾ. അലക്സ്, എന്തായാലും നിലവിലെ കറൻസി പ്രതിസന്ധിയിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും അധികം കള്ളപ്പണം എത്തിയതിൽ ദുരൂഹത ഏറെയാണ്. അന്വേഷണം അത് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അഞ്ജു, നിലവിലെ പ്രതിസന്ധിയിൽ ഇത്രയധികം രൂപ ഒരു അക്കൗണ്ടിലേക്ക് എത്തിയത് തന്നെയാണ് പ്രധാനമായും പോലീസിന് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾക്ക് സംശയം തോന്നാൻ കാരണം. 5 പേർക്ക് സൂചിപ്പിച്ചതുപോലെ ബൾഗേറിയയിലെ സെപ്താഡി എന്ന കമ്പനിയിൽ നിന്നാണ് ഈ കൊച്ചി എളമക്കര സ്വദേശി ജോസ് ജോർജിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയത്. ജോസ് ജോർജിന്റെ കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലെ SBI അക്കൗണ്ടിലേക്കാണ് 55 കോടി രൂപ കഴിഞ്ഞ ജൂലൈയിൽ എത്തിയത്. 2 ആഴ്ച മുമ്പ് ഇയാൾ ഭാര്യയുടെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ 55 കോടിയിൽ നിന്ന് 29.5 കോടിയോളം രൂപ മാറ്റിയിരുന്നു. ബാങ്കിന് ഇത് സംശയമുണ്ടാക്കി. കാരണം ഒരു ഇടപാട് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഇടപാട് നടക്കുമ്പോൾ സ്വാഭാവികമായ ഇടപാട് നടക്കേണ്ടത് ജോസ് ജോർജും ഈ കമ്പനിയും തമ്മിലാണ്. എന്നാൽ പകരം മറ്റ് അക്കൗണ്ടുകളിലേക്ക് ഇത്രയും കോടി മാറ്റിയതാണ് ബാങ്കിനെ സംശയിപ്പിച്ചത്. തുടർന്ന് ബാങ്ക് എൻഫോഴ്സ്മെന്റിനെയും കസ്റ്റംസിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ അക്കൗണ്ട് മരവിപ്പിച്ചു. ഇയാളോട് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ബാങ്കിൽ ഹാജരാക്കാൻ പറഞ്ഞു. അങ്ങനെ ഹാജരാക്കിയ രേഖകൾ പരിശോധിക്കുകയും ആ രേഖകളിൽ ഉള്ള കസ്റ്റംസിന്റെ സീൽ വ്യാജമാണോ എന്നുള്ള സംശയം ഇവർക്ക് ബലപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്നാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒരാഴ്ച മുമ്പ് തന്നെ ഹാർബർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംയുക്തമായാണ് ഇപ്പോൾ
കേന്ദ്ര ഏജൻസികൾ കൂടിയ എൻഫോഴ്സ്മെന്റ് കസ്റ്റംസും ചേർന്ന് ഈ അന്വേഷണം നടത്തുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇവർക്ക് ഈ കയറ്റുമതി, അതായത് ബൾഗേറിയൻ കമ്പനിയുമായി ഭക്ഷ്യ എണ്ണ കയറ്റുമതി എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കരാർ വ്യാജമാണ് എന്നുള്ള പ്രാഥമിക നിഗമനത്തിലേക്കാണ് അന്വേഷണത്തിന്റെ ഒടുവിൽ ഇവർ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 55 കോടി രൂപ കള്ളപ്പണമാണോ എന്നുള്ള സംശയം ബലപ്പെടുന്ന ഒരു പ്രധാനമായും കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ജോസ് ജോർജ് ഇതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ഇത് തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ജോസ് ജോർജ് പറയുന്നത് കസ്റ്റംസ് ചില ഉദ്യോഗസ്ഥർ അവരുടെ പ്രതികാര നടപടി തീർക്കുകയാണ്. താൻ ഇത് കള്ളപ്പണമല്ല തന്റെ അക്കൗണ്ടിലേക്ക് വന്നതെന്നും ഇടപാടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കാശ് വന്നതെന്നുമാണ് ഇയാൾ പറയുന്നത്. ഇയാൾ ഈ അക്കൗണ്ട് മരവിപ്പിച്ച നടപടിക്കെതിരെ കേന്ദ്ര സർക്കാരിന് പരാതി നൽകിയിട്ടുണ്ട്. അഞ്ജു, ശരി. കൊച്ചിയിൽ വൻതോതിൽ കള്ളപ്പണം എത്തിയതായി സംശയം. വിവരങ്ങളാണ് അലക്സ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കുളത്തൂരിൽ ആരംഭിച്ച സ്വാശ്രയ കോളേജിന് സ്ഥലം വാങ്ങാൻ കളക്ടറുടെ വാലുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് അധികൃതരുടെ സ്ഥിരീകരണം. ശബരിഭദ്ര ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സമീപം ദേവസ്വം ബോർഡ് വില കൊടുത്തു വാങ്ങിയ സ്ഥലത്തിന് കളക്ടറുടെ വാലുവേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലെന്ന ബോർഡ് അധികൃതരുടെ മറുപടി പീപ്പിളിന് ലഭിച്ചു. സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ക്രമക്കേട് സ്ഥിരീകരിക്കുകയാണിത്. ചില കോൺഗ്രസ് നേതാക്കളുടെ താൽപര്യവും വൈക്കത്തെ ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലിനെയും തുടർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടിയന്തര പ്രാധാന്യത്തോടെ 1.82 കോടിയിലേറെ രൂപ മുടക്കി ഏറെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്തെ ഉപയോഗശൂന്യമായ സ്ഥലം വാങ്ങിയത്. UDF സർക്കാരിലെ ഒരു മുൻ മന്ത്രിക്കും ഇതുമായി ബന്ധമുള്ളതായും ആക്ഷേപമുയർന്നു. സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നതായും പുറത്തു വന്നിട്ടുണ്ട്. ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാശ്രയ കോളേജിന് സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചതെന്ന് ബോർഡ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. കളക്ടർ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതെന്നിരിക്കെ വാങ്ങുന്ന സ്ഥലത്തിന്റെ വിപണി വില നിർണ്ണയിക്കാൻ മല്ലപ്പള്ളി തഹസിൽദാർക്ക് കത്ത് നൽകിയതും അസിസ്റ്റന്റ് കമ്മീഷണറാണ്. തഹസിൽദാർ അറിയിച്ചതനുസരിച്ച് സെന്റിന് 75,000 രൂപ തോതിൽ വില നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി അസിസ്റ്റന്റ് കമ്മീഷണർ വീണ്ടും റിപ്പോർട്ട് നൽകി. വിൽപ്പനയ്ക്ക് ശേഷം ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറാണ് 1,12 ലക്ഷം രൂപയുടെ ചെക്ക് നൽകിയത്. സ്ഥലമെടുപ്പ് സംബന്ധിച്ച് ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണർ പ്രത്യേക താൽപര്യമെടുത്തതായി ദേവസ്വം ബോർഡിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുണ്ട്. കോളേജിന് സൗജന്യമായി ലഭിച്ച സ്ഥലം സംബന്ധിച്ചും അവ്യക്തത നിലനിൽക്കുന്നു. നേരത്തെ 1 ഏക്കർ 67 സെന്റിൽ വീടും പുരയിടവും അടങ്ങുന്ന 25 സെന്റ് ഒഴിവാക്കി ബാക്കി സ്ഥലം ഒരു കുടുംബം സൗജന്യമായി നൽകുമെന്നാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതനുസരിച്ച് കോളേജിന് 1.42 ഏക്കർ സ്ഥലം ലഭിക്കണം. എന്നാൽ ബോർഡ് പുറത്തിറക്കിയ ഉത്തരവനുസരിച്ച് 1.10 ഏക്കർ സ്ഥലമാണ് ലഭിച്ചത്. സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉയർന്നത് ദേവസ്വം വിജിലൻസ് ഗൗരവമായാണ് കാണുന്നതും അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുമെന്നും സൂചനയുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞ ജീവനക്കാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കാതിരിക്കുകയും ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെയാണ് കോടികൾ ചെലവഴിച്ച് കോളേജിനായി സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിലുള്ള അഴിമതി എന്തായാലും തുറന്നു കാട്ടുക തന്നെ വേണം. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. ഇന്ത്യ പാക് ബന്ധം വഷളാകുന്നതിനിടെ ഹാർട്ട് ഓഫ് ഏഷ്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാക് വിദേശകാര്യ ഉപദേഷ്ടാവ് സർദാർ അസീസ് ഇന്ത്യയിലെത്തി. ദക്ഷിണേഷ്യൻ ഭീകരവാദം സമ്മേളനത്തിൽ പ്രധാന ചർച്ചാ വിഷയമാകും. പാകിസ്ഥാനുമായി ചർച്ചയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. വിവരങ്ങളുമായി മനുശങ്കർ ചേരും. മനു, എന്തായാലും പാകിസ്ഥാനെതിരെ ഒരു സമവായ ചർച്ചയ്ക്കില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം മറ്റു രാജ്യങ്ങളുടെ ഒരു സപ്പോർട്ട്, ഭീകരവാദത്തിനെതിരായ ഒരു സപ്പോർട്ടും ഇന്ത്യക്ക് കൂടിയേ തീരൂ. ചർച്ചകൾ ഏതു രീതിയിൽ? അഞ്ജു, വളരെ സുപ്രധാനമായ നീക്കങ്ങളാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന ഇതിന്റെ നീക്കങ്ങളുടെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ സമ്മേളനത്തിന് മുൻപായി ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പാക് വിദേശകാര്യ ഉപദേഷ്ടാവ് സർദാർ അസീസും സമ്മേളനത്തിന് മുമ്പായി അരമണിക്കൂർ ചർച്ച നടത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഭീകര കേന്ദ്രങ്ങളിൽ തുടർ ആക്രമണങ്ങളും ഇതിന് പിന്തുണ നൽകുന്ന പാകിസ്ഥാൻ നിലപാടിലെ അതിർത്തിയും ഇന്ത്യ പാകിസ്ഥാൻ വിദേശകാര്യ ഉപദേഷ്ടാവിനെ അറിയിച്ചു എന്നാണ് അറിയുന്നത്. ഭീകരതയ്ക്കെതിരെ പോരാട്ടം തുടരണമെന്ന് പാക് വിദേശകാര്യ ഉപദേഷ്ടാവ് സർദാർ അസീസ് പ്രധാനമന്ത്രിയെ ഫോണിലൂടെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ പോരാട്ടം ഭീകരതയ്ക്കെതിരെയാണ് ആദ്യം തുടരേണ്ടതെന്ന മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാക് വിദേശകാര്യ ഉപദേഷ്ടാവിന് നൽകി എന്നാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം ഇപ്പോൾ സമ്മേളനവും പുരോഗമിക്കുകയാണ്. നഗ്രോട്ട ഭീകരാക്രമണത്തിന്റെ നടുക്കം വിട്ടുമാറുന്നതിന് മുൻപായാണ് ഇപ്പോൾ അമൃത്സറിൽ നടക്കുന്ന ഹാർട്ട് ഓഫ് ഏഷ്യ സമ്മേളനം പുരോഗമിക്കുന്നത്. ഇതിൽ അംഗരാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി തന്നെ ഭീകരതയ്ക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്താൻ
നടത്താനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. 14 അംഗരാജ്യങ്ങളും പിന്തുണയ്ക്കുന്ന 17 രാഷ്ട്രങ്ങളും ഒന്നിച്ച് ഭീകരതയ്ക്കെതിരെ നിലനിൽക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുകയുണ്ടായി. ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം ഇന്ത്യയിൽ നടക്കുന്ന സുപ്രധാന സമ്മേളനമാണിത്. ഈ സമ്മേളനത്തിലും ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാടിലെ അതൃപ്തി ഇന്ത്യ പരസ്യമായി തന്നെ വ്യക്തമാക്കി. ഇതിന് മറ്റു രാഷ്ട്രങ്ങളുടെ പിന്തുണയും ഇന്ത്യ തേടിയിട്ടുണ്ട്. അഫ്ഗാൻ മേഖലയിലടക്കം ഏഷ്യൻ മേഖലകളിലെ ഭീകരതയ്ക്ക് വളർച്ചയേകുന്ന രാഷ്ട്രങ്ങളെ ഒറ്റപ്പെടുത്തണമെന്ന് പാകിസ്ഥാന്റെ പേരെടുത്തു പറയാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ പ്രസ്താവന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അഞ്ജു. ശരി, മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. നോട്ട് അസാധുവാക്കലിന് ശേഷം ജൻധൻ അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിച്ച കള്ളപ്പണക്കാരെ ജയിലിലടയ്ക്കാനുള്ള പദ്ധതി തയ്യാറാക്കി വരികയാണെന്ന് പ്രധാനമന്ത്രി. ജൻധൻ അക്കൗണ്ടുകളിലെ ഈ അനധികൃത നിക്ഷേപം കണ്ടെത്തി പാവപ്പെട്ടവർക്കായി വിനിയോഗിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൊറാദാബാദിലെ BJP സമ്മേളനത്തിനിടെ പറഞ്ഞു. മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്ന ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നുവെന്നും ഇനി ക്യൂ നിൽക്കേണ്ടി വരില്ലെന്നും ഇത് അവസാന ക്യൂ ആണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് പൊതുജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നോട്ടീസ്. 2 മാസത്തിനുള്ളിൽ നടപടിയെടുക്കണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. പൊതുപ്രവർത്തകനായ PK രാജുവിന്റെ പരാതിയിലാണ് നടപടി. പ്രധാനമന്ത്രിയെയും കേന്ദ്ര ധനകാര്യമന്ത്രിയെയും എതിർ കക്ഷികളാക്കിയാണ് പരാതി. നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 8 ആഴ്ചയ്ക്കകം ഉചിതമായ നടപടികളെടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം അയച്ച നോട്ടീസിൽ നിർദ്ദേശിക്കുന്നു. നോട്ട് നിരോധനം സാധാരണക്കാർക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകൻ PK രാജു നൽകിയ പരാതിയിലാണ് നടപടി. ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിച്ച വേദന വളരെ അക്കമിട്ട് ചൂണ്ടിക്കാട്ടിയാണ് ഞാൻ പരാതി നൽകിയിട്ടുള്ളത്. രാജ്യത്തെ പകുതിയിലേറെ ജനങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ലാതിരിക്കെ നോട്ട് അസാധുവാക്കലും മറ്റ് നടപടികളും ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വിശദീകരിച്ചായിരുന്നു പരാതി. കള്ളപ്പണത്തിന്റെ പേരിൽ സാധാരണക്കാർ സമ്പാദിച്ച പണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ബാങ്കുകളിലും ATMകളിലും ക്യൂ നിൽക്കുന്നതിനിടയിലും മറ്റും 47 പേർ മരിച്ചു. പണമില്ലാത്തതിനാൽ പലർക്കും ചികിത്സ നിഷേധിക്കപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളും പരാതിയിൽ ഉന്നയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി, RBI ഗവർണർ ഊർജിത് പട്ടേൽ എന്നിവരാണ് പരാതിയിലെ എതിർകക്ഷികൾ. നോട്ട് അസാധുവാക്കൽ ജനങ്ങൾക്കുണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് നേരത്തെ സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. കരുത്തോടെ കൗമാര കേരളം. അറുപതാം സംസ്ഥാന കായികോത്സവത്തിന്റെ 2ാം ദിനമായ ഇന്ന് കിരീടത്തിനായി എറണാകുളവും പാലക്കാടും കുതിപ്പ് തുടരുകയാണ്. രാവിലെ നടന്ന ജൂനിയർ ആൺകുട്ടികളുടെ 5 മീറ്റർ നടത്തത്തിൽ പാലക്കാട് കല്ലടി സ്കൂളിലെ അശ്വിൻ ശങ്കർ സ്വർണം നേടി. പെൺകുട്ടികളുടെ 5000 മീറ്ററിൽ എറണാകുളത്തിന്റെ അനുമോൾ തമ്പിയും സ്വർണം നേടി. പെൺകുട്ടികളുടെ ജൂനിയർ വിഭാഗം ഡിസ്കസ് ത്രോയിൽ നാട്ടിക ഫിഷറി സ്കൂൾ വിദ്യാർത്ഥി അതുല്യ PA മീറ്റ് റെക്കോർഡോടെയാണ് സ്വർണം നേടിയത്. ഉച്ചതിരിഞ്ഞ് ഗ്ലാമർ ഇനമായ 100 മീറ്റർ മത്സരം ഇന്ന് നടക്കും. താരരാജാവിനെയും താരറാണിയെയും ഇന്നറിയാം. 5000 മീറ്റർ ജൂനിയർ ആൺകുട്ടികളുടെ നടത്തത്തിൽ സ്വർണം നേടി പാലക്കാടാണ് ഇന്നത്തെ ആദ്യ മെഡൽ നേടിയത്. എന്നാൽ 5000 മീറ്റർ പെൺകുട്ടികളുടെ ഓട്ടത്തിൽ എറണാകുളത്തിന്റെ മുന്നേറ്റമായിരുന്നു കണ്ടത്. ട്രാക്കിലെ ഇന്നത്തെ ആദ്യ സ്വർണം പേരിലാക്കി പാലക്കാടാണ് മെഡൽ വേട്ട തുടങ്ങിയത്. ദീർഘദൂരത്തിലെ പാലക്കാടിന്റെ മികവിനെ എടുത്തുകാട്ടുന്നതായിരുന്നു അശ്വിൻ ശങ്കറിന്റെ പ്രകടനം. 22.48 സെക്കൻഡിൽ പുതിയ മീറ്റർ റെക്കോർഡ് സ്ഥാപിച്ചാണ് അശ്വിൻ ഫിനിഷിംഗ് ലൈൻ കടന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ മലപ്പുറത്തിന്റെ മുഹമ്മദ് അഫ്സാന് വെള്ളിയും ലഭിച്ചു. എന്നാൽ 5000 മീറ്റർ ഓട്ടത്തിനായി ട്രാക്കിൽ പെൺകുട്ടികൾ ഇറങ്ങിയതോടെ കഥ മാറി. സ്വർണവും വെങ്കലവും അക്കൗണ്ടിലാക്കി പെൺകരുത്തിൽ എറണാകുളം കുതിച്ചു. മീറ്റർ റെക്കോർഡോടെ മാർബേസിലിന്റെ അനുമോൾ തമ്പി സ്വർണവര താണ്ടിയപ്പോൾ പിന്നിലായത് PU ചിത്രയുടെ റെക്കോർഡാണ്. 17.14 സെക്കൻഡിലാണ് അനുമോൾ ഫിനിഷിംഗ് ലൈൻ കടന്നത്. വെങ്കലം നേടി സെന്റ് ജോർജിന്റെ അഞ്ജു മുരുകനും എറണാകുളത്തിന്റെ കരുത്തുകൂട്ടി. കൊണ്ടും കൊടുത്തും എറണാകുളവും പാലക്കാടും മുന്നേറുകയാണ്. എങ്കിലും വ്യക്തമായ ആധിപത്യം എറണാകുളത്തിന് തന്നെ. ഇന്നത്തെ ദീർഘദൂര ഇനങ്ങളിലും അതുതന്നെയാണ് കണ്ടത്. തേഞ്ഞിപ്പലത്ത് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം മനു M. നായർ. ഒറ്റലാപ്പോട്ടത്തിൽ സ്വർണത്തിലേക്ക് ഓടിക്കയറിയ പത്തനംതിട്ടയിലെ അനന്തു വിജയൻ ലാപ്പിലൊതുങ്ങാത്ത ജീവിത ദുരന്തങ്ങൾ താണ്ടിയാണ് ട്രാക്കിലെത്തിയത്. ജൂനിയർ ആൺകുട്ടികളുടെ 400 മീറ്ററിൽ കൈപ്പിടിയിൽ ഒതുക്കിയ സ്വർണം അനന്തുവിന് അതിജീവനത്തിനുള്ള ഊർജമാണ്.
അവസാന നിമിഷം കാലുകളിൽ ഊർജ്ജം നിറച്ച് ട്രാക്ക് കീഴടക്കുമ്പോൾ ഗ്യാലറികളിൽ നിറഞ്ഞ കരഘോഷങ്ങൾക്കുമപ്പുറം അനന്തുവിന്റെ മനസ്സിൽ നിറഞ്ഞത് പത്തനംതിട്ടയിലെ പുല്ലാട് വീടിന്റെ ഉമ്മറപ്പടിയായിരിക്കും. അവിടെയിരുന്ന് അച്ഛൻ വിജയൻ അകക്കണ്ണിന്റെ കാഴ്ചയിൽ കണ്ടിട്ടുണ്ടാകും മകന്റെ വിജയഗാഥ. 3 വർഷം മുമ്പ് പെയിന്റിംഗ് തൊഴിലാളിയായ വിജയന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതോടെ അമ്മയുടെ തണലിലായി അനന്തുവിന്റെ ജീവിതം. അച്ഛന്റെ ചികിത്സയ്ക്കായി പണമേറെ ചിലവായി. കടവും ദുരിതങ്ങളും മാത്രമായിരുന്നു ജീവിത സമ്പാദ്യം. ട്രാക്കിൽ നിന്ന് തലകുനിച്ച് പരാജിതനായി പിന്തിരിഞ്ഞു പോകാൻ കാരണങ്ങളേറെയുണ്ടായിരുന്നിട്ടും വിയർപ്പിന്റെയും കണ്ണീരിന്റെയും ഉപ്പുരുചിച്ച് അനന്തു മുന്നോട്ടോടിയത് ഈ സുവർണ്ണ നേട്ടത്തിലേക്ക് എത്താനുള്ള നിയോഗം കൊണ്ടായിരിക്കാം. ഞാൻ പ്രതീക്ഷിച്ചതല്ല, എല്ലാം എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെയും എൻ്റെ സാറിൻ്റെയും പ്രയത്നം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞത്. 3 വർഷം മുമ്പ് പത്തനംതിട്ടയിലെ ചെറിയ ഗ്രാമത്തിൽ നിന്ന് അനന്തുവിനെ കണ്ടെത്തി ഊതിക്കാച്ചിയെടുത്ത അനീഷ് തോമസ് എന്ന കായികാധ്യാപകന്റെ വിജയം കൂടിയാണത്. ഇരവിപേരൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വിദ്യാർത്ഥിയിൽ നിന്ന് ഇനിയുമേറെ പ്രതീക്ഷിക്കാനുണ്ട്. കരുത്തുള്ള കാലുകളും വേഗം കൊണ്ട് ദൂരത്തേക്ക് കീഴടക്കാനുള്ള ആത്മവിശ്വാസം നിറഞ്ഞ മനസ്സും അനന്തുവിനുണ്ട്. പ്രതിസന്ധികൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള വഴിയല്ല, പകരം അതിജീവനത്തിനുള്ള ഊർജ്ജമാണെന്ന പാഠമാണ് അനന്തു നൽകുന്നത്. തേഞ്ഞിപ്പലത്ത് നിന്നും സിജു കണ്ണൻ. ഡിസംബർ 6-ന്റെ പശ്ചാത്തലത്തിലും തീർത്ഥാടക തിരക്ക് വർദ്ധിച്ചതിനാലും ശബരിമലയിലെ സുരക്ഷ ശക്തമാക്കി. പോലീസും വനംവകുപ്പും ബോംബ് സ്ക്വാഡും അടക്കം ശബരിമല വനത്തിലും ശക്തമായ പരിശോധനയാണ് നടത്തുന്നത്. DIG സ്പർജൻ കുമാർ IPS-നാണ് സുരക്ഷാ ചുമതല. ഡിസംബർ 6-ന്റെ പശ്ചാത്തലത്തിലും ശബരിമലയിലെ തിരക്ക് വർദ്ധിച്ചതിനാലും സുരക്ഷ ശക്തമാക്കാനാണ് തീരുമാനം. 2500-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിലും പമ്പയിലുമായി നിയമിച്ചിരിക്കുന്നത്. ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് സന്നിധാനം, ശരംകുത്തി, പമ്പ എന്നിവിടങ്ങളിലെ ദൃശ്യങ്ങൾ പകർത്തിയുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. DIG സ്പർജൻ കുമാറാണ് സുരക്ഷാ കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത്. വീക്കെൻഡ്സിൽ തിരക്ക് കൂടുതലുള്ള സമയത്ത് നോക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ബാക്കി പമ്പായാലും സന്നിധായാലും എക്സ്പ്രസ് മറ്റു കാര്യങ്ങളെല്ലാം സുരക്ഷ ശക്തമായ സെക്യൂരിറ്റി അതെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പോലീസ്, ഫോറസ്റ്റ്, ബോംബ് സ്ക്വാഡ് തുടങ്ങി വിവിധ വിഭാഗങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന 5 ടീമായി വനത്തിനകത്തും പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ 360 കിലോ സ്ഫോടക വസ്തു കണ്ടെത്തിയിരുന്നു. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് കൂടിയതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ശബരിമല സന്നിധാനത്തും അതോടൊപ്പം ശബരിമല ഉൾപ്പെടുന്ന വനപ്രദേശങ്ങളിലുമടക്കം പോലീസിന്റെയും മറ്റ് സുരക്ഷാ സേനകളുടെയും നേതൃത്വത്തിൽ വലിയ സുരക്ഷ ഏർപ്പാടാക്കാൻ തീരുമാനിച്ചത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ. വിടവാങ്ങിയ വിപ്ലവ നേതാവ് ഫിദൽ കാസ്ട്രോയ്ക്ക് ലോകത്തിന്റെ പ്രണാമം. 9 ദിവസത്തെ ദുഃഖാചരണത്തിന് ശേഷം ഇന്ന് ഫിദലിന്റെ സംസ്കാരം നടക്കും. ഫിദൽ തന്റെ വിപ്ലവ യാത്രയ്ക്ക് ആരംഭം കുറിച്ച സ്ഥലമായ സാന്റിയാഗോയിൽ വെച്ചാണ് ക്യൂബൻ ജനത വിപ്ലവ താരകത്തിന് വിട നൽകുന്നത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി സാന്റിയാഗോയിൽ നിന്നും നൽകുന്ന റിപ്പോർട്ടിലേക്ക്. ക്യൂബൻ വിപ്ലവ ഇതിഹാസം സഖാവ് ഫിദൽ കാസ്ട്രോയുടെ ചരമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട സംഭവ പരമ്പരകൾക്ക് ഏതാണ്ട് സമാപ്തിയാവുകയാണ്. 30-ാം തീയതി രാവിലെ 7 മണിക്ക് ഹവാനയിൽ നിന്ന് ആരംഭിച്ച സഖാവ് ഫിദലിന്റെ ചിതാവശിഷ്ടവും പേറിക്കൊണ്ടുള്ള വാഹനവ്യൂഹം ക്യൂബയിലെ 13 പ്രവിശ്യകളിലൂടെ സഞ്ചരിച്ച് ഫിദലിന്റെ ജന്മസ്ഥലമായ സാന്റിയാഗോ ഡി ക്യൂബയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ റൗൾ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ ഏതാനും രാഷ്ട്രത്തലവന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും പങ്കെടുത്ത വിപുലമായ യോഗത്തിനു ശേഷം പ്രമുഖ വ്യവസായി ബിജു രമേശിന്റെയും മുൻ മന്ത്രി അടൂർ പ്രകാശിന്റെയും മക്കളുടെ ആഡംബര വിവാഹത്തിന് തുടക്കമായി. ബിജു രമേശിന്റെ മകൾ മേഘയ്ക്ക് അടൂർ പ്രകാശിന്റെ മകൻ അജയ് കൃഷ്ണൻ താലി ചാർത്തി. കോടികൾ മുടക്കിയുള്ള വിരുന്നു സൽക്കാരം വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കും.